സ്പേസ് ക്രൂ 10 വിക്ഷേപണം വിജയകരം. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബിച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യൻ സമയം പുലർച്ചെ 4:33ഓടെയാണ് ക്രൂ 10 പേടകം വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു വിക്ഷേപണം. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിവരങ്ങൾ. അക്ഷയ, ഇന്ന് രാവിലെ ഏതാണ്ട് 4:33 കൂടിയാണ് ഈ വിക്ഷേപണം നടന്നത്. നേരത്തെ നിശ്ചയിച്ചതുപോലെ കൃത്യമായ സമയത്ത് തന്നെയായിരുന്നു വിക്ഷേപണം യാഥാർത്ഥ്യമായത്. നമുക്കറിയാവുന്നതാണ്, 9 മാസമായി ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുനിത വില്യംസിനെയും ബച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായാണ് പ്രധാനമായും ഈ സ്പേസ് എക്സ് ക്യാപ്സ്യൂളിന്റെ ക്രൂ 10 മിഷൻ ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത്. ഫാൽക്കൺ 9 റോക്കറ്റിൽ വിക്ഷേപിച്ച ദൗത്യം വിജയകരമായി മുന്നേറുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 4 മണിക്കൂറിന് ശേഷം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, അത് ഡോക്കിംഗ് സംബന്ധിച്ച വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വിജയകരമായ ഒരു വിക്ഷേപണമാണ് നടന്നിരിക്കുന്നത്. വിക്ഷേപണത്തിൽ 4 പേർ, അതായത് 4 ബഹിരാകാശ സഞ്ചാരികൾ, അത് 2 അമേരിക്കയുടെയും ജപ്പാന്റെയും അതുപോലെ തന്നെ റഷ്യയുടെയും ബഹിരാകാശ സഞ്ചാരികളാണ് ഇപ്പോൾ ഈ വാഹനത്തിലുള്ളത്. അവിടെ എത്തിയതിനു ശേഷം ഇവർ അവിടെ ഇറങ്ങിയതിനു ശേഷം ബച്ച് വിൽമോറിനെയും സുനിത വില്യംസിനെയും ഉൾപ്പെടെ തിരിച്ചെത്തിക്കുക എന്നതാണ് ഈ ലക്ഷ്യത്തിന്റെ ദൗത്യം. നമുക്ക് അറിയാവുന്നതാണ്, നേരത്തെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്യുന്നത് സംബന്ധിച്ച ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും ചില ഡിലേ, അതായത് കുറെ കാലതാമസം ഉണ്ടാവുകയും ചെയ്തു. സാങ്കേതിക തകരാറ് മൂലം ലോഞ്ചിന് കാലതാമസമുണ്ടായി വീണ്ടും നീട്ടിവെച്ച ലോഞ്ചാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെയോടെ, ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4:33 നടന്നിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇതിന്റെ യന്ത്രഭാഗങ്ങളെല്ലാം തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന വിവരങ്ങളാണ് നാസയിൽ നിന്നും അതുപോലെ തന്നെ സ്പേസ് എക്സിന്റെ അനുബന്ധ വാർത്താ സംവിധാനങ്ങളിൽ നിന്നുമെല്ലാം തന്നെ അറിയിക്കുന്നത്. അക്ഷയ. ശരി, സ്പേസ് ക്രൂ 10 വിക്ഷേപണം വിജയകരം. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിനെയും ബിച്ച് വിൽമോറിനെയും തിരിച്ചെത്തിക്കുക എന്നതാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.